ഇറാൻ US പ്രാഥമിക സമാധാന കരാറിൽ തുടർ ചർച്ചകൾക്ക് ഉന്നതതല സമിതി രൂപീകരിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഖത്തർ, പാകിസ്ഥാൻ എന്നിവരുടെ മധ്യസ്ഥതയിൽ ഇറാൻ US പ്രതിനിധി സംഘം സ്വിറ്റ്സർലൻഡിൽ നടത്തിയ ചർച്ചകളിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കാർത്തിക്, രണ്ടാം ഘട്ട ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇന്നലത്തെ ചർച്ചകളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സ്വത്തുക്കൾ വിട്ടുകിട്ടും ഖത്തറിൽ നിന്ന് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല. അതിനിടയിലാണ് ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളും ഇറാന്റെ മറുപടികളും. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട ചർച്ചകൾ ഒരു അന്തിമമാക്കാനുള്ള ചർച്ചകൾക്കുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ആദ്യ റൗണ്ട് ചർച്ചകൾ അവസാനിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകളുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖത്തറിന്റെ ഒരു വാർത്താക്കുറിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ ആദ്യ റൗണ്ട് ചർച്ചകളിലെ സുപ്രധാനമായ തീരുമാനം തുടർന്നുള്ള 60 ദിവസങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു ഉന്നതതല സമിതിയെ രൂപീകരിക്കാനുള്ള ധാരണയിൽ ഈ ആദ്യ റൗണ്ട് ചർച്ചകളിൽ US ഇറാൻ പ്രതിനിധി സംഘങ്ങൾ എത്തിച്ചേർന്നു. അതായത് ഉന്നതതല സമിതി രൂപീകരിക്കുകയും ഈ തീരുമാനങ്ങളിൽ ഒരു രാഷ്ട്രീയ മേൽനോട്ടം വഹിക്കുന്നത് ഈ സമിതിയുമായിരിക്കും. ഇറാന്റെയും US-ന്റെയും പ്രതിനിധികൾ ഈ ഹൈ ലെവൽ കമ്മിറ്റിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്യും. വരുന്ന 60 ദിവസം ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ റോഡ് മാപ്പ് കൂടി ഈ ചർച്ചകളിൽ തയ്യാറായിട്ടുണ്ട്. ഇതാണ് സുപ്രധാനമായ 2 തീരുമാനങ്ങൾ. അതായത് ഹൈ ലെവൽ കമ്മിറ്റിയും അടുത്ത 60 ദിവസത്തേക്കുള്ള ചർച്ചകൾ എങ്ങനെ വേണം എന്നുള്ളൊരു ദിശാസൂചിയും. മറ്റൊന്ന്, ഇറാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് സാമ്പത്തിക ഉപരോധങ്ങളും അതോടൊപ്പം തന്നെ എണ്ണ കയറ്റുമതിയിലടക്കം ഇറാൻ ഉണ്ടായിരുന്ന ഉപരോധങ്ങളുടെ കാര്യത്തിലും പ്രാഥമിക ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ നാഷണൽ ഓയിൽ കമ്പനിയുടെ പ്രതിനിധിയും ഈ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു. നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ പ്രതിനിധിയാണ് പങ്കെടുത്തത്. നിലവിൽ എണ്ണ കയറ്റുമതിക്കടക്കം US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നു എന്ന തീരുമാനം കൂടി വന്നിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, ചില കണക്കുകൾ കൂടി ഈ ഇരുവിഭാഗം തമ്മിൽ നടന്ന ചർച്ചകളിൽ നടന്നു. അതായത് ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി തുറന്നുവെങ്കിൽ കൂടിയും മൈനുകൾ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ പുരോഗതിയില്ല. നിലവിലും US സൈന്യത്തിൻ്റെ പിന്തുണയോടെ അവരുടെ നാവികസേനയുടെ സഹായത്തോടു കൂടിയാണ് കപ്പലുകൾ കടന്നു പോകുന്നത്. അമേരിക്ക പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം 67 കപ്പലുകൾ കടന്നുപോയെന്നും അതിൻ്റെ മുൻപത്തെ ദിവസം 55 കപ്പലുകൾ കടന്നുപോയി എന്നും റിപ്പോർട്ടുകൾ US പ്രതിനിധികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഇറാൻ കാര്യമായ നടപടികൾ ഈ ഘട്ടം വരെയും സ്വീകരിച്ചില്ല. ഇതിനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണം എന്ന നിർദ്ദേശങ്ങൾ കൂടി ഈ ചർച്ചയിൽ വന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉന്നതതല സമിതി രൂപീകരിക്കാൻ സ്വിറ്റ്സർലൻഡിൽ നടന്ന ആദ്യ റൗണ്ട് ചർച്ചകളിൽ തീരുമാനമായി. വരുന്ന 60 ദിവസങ്ങളിൽ ചർച്ചകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ വേണം എന്നതിൽ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി. ഇതനുസരിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കും. ഈ ഹൈ ലെവൽ കമ്മിറ്റിയുമായി US-ന്റെയും ഇറാന്റെയും പ്രതിനിധി സംഘം നിരന്തരം ആശയവിനിമയം നടത്തും. ആണവ വിഷയങ്ങളിലടക്കമുള്ള ചർച്ചകൾ വരുന്ന ഘട്ടങ്ങളിലാവും നടക്കുക എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.